നമസ്കാരം. ഞാൻ നമ്മുടെ കമൻസിലൊക്കെ നോക്കുമ്പോൾ വീഡിയോയുടെയൊക്കെ പോസ്റ്റിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻസിൽ വരുന്ന ഞാൻ ഇതിനു മുന്നേ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ അനുജന്മാരെ പോലെ കൊണ്ടു നടന്നവരാണ് അവിടെ വന്ന് കുറച്ച് ഊളത്തരങ്ങൾ എഴുതുന്നത്. അത് കുഴപ്പമില്ല, അവരെഴുതിക്കോട്ടെ. കാര്യം ഇവരെത്രത്തോളം കമൻസ് ഇടോ അത്രയും എൻ്റെ പോക്കറ്റിൽ കാശ് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് സന്തോഷമുള്ളൊരു കാര്യമാണ്. കാര്യം പണ്ട് കാലത്തൊക്കെ ഈ നെഗറ്റീവ് കമൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അതങ്ങനെ ഇട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ സെക്രട്ടറി ചെയ്ത വീഡിയോയുടെ താഴെ നെഗറ്റീവ് കമൻസ് ഒന്നും പുള്ളിക്കാരന് വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു 2 വീഡിയോ ഞാൻ ഓഫ് ചെയ്തത്. അപ്പോൾ എനിക്കിതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ജീമോൻ എന്ന് പറയുന്ന ഒരു കുണ്ടനുണ്ടല്ലോ, അവൻ എൻ്റെ റൂമിൽ താമസിച്ചപ്പോഴും എനിക്ക് അവനെ പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റി. നമ്മൾ എല്ലാ സ്ത്രീകളെയും കുറ്റം പറയാൻ പാടില്ല എന്നുള്ളതും കൂടി. കാര്യം ഇതുപോലുള്ള സൈക്കോമാരുടെ കൂടെ ജീവിക്കുന്ന പെൺകുട്ടികളുടെ കാര്യം കൂടെ നമ്മൾ ആലോചിക്കണമല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേയൊക്കെ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവരെയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ജീമോൻ എന്ന് പറയുന്നത് അവൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവൻ ഒരു ചെറിയൊരു കുഴപ്പക്കാരനാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും അവൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. കാര്യം ഇവൻ്റെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ലീലാവിലാസങ്ങൾ മണിയം ഭാസ്കരൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്തെ യഥാർത്ഥം പറഞ്ഞ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന മണിയം ഭാസ്കരനും ജോയി അറക്കലും ടീമും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവരെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഞാൻ പിന്നീട് അടുത്തൊരു വീഡിയോ പറയാം. ഇപ്പം ഞാൻ പറയാൻ വന്നത് ഒരു അഫ്സൽ അബ്ദുൽ ഖാദർ, പിന്നെ ഗ്രേസി എന്നൊക്കെ പറയുന്ന പുള്ളിക്കാരൻ്റെ ഒരു ഫേക്ക് ഐഡിയ ഉണ്ട്. അപ്പോൾ ഈ അഫ്സലിൻ്റെ ഒരു കാര്യം പറയാം. സൈക്കോ ആണ് സൈക്കോ ആയിട്ടുള്ള അബ്ദുൽ ഖാദർ. അപ്പോൾ പുള്ളിയുടെ കാര്യം ഞാൻ പറയാം. പുള്ളി നമ്മുടെ സംഘടനയിൽ വരികയാണ്. സംഘടനയിൽ വന്നിട്ട് പുള്ളിക്കാരൻ സംസാരിച്ച രീതി, പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു നാനോ കാറിലാണ് പുള്ളിയുടെ ജീവിതം മൊത്തം. പുള്ളിയുടെ വീട് ഭാര്യയും മറ്റുള്ളവരും കയ്യേറി അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ അവർ കംപ്ലൈൻറ്റ് കൊടുത്തു, ഇയാളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു ആത്മഹത്യയുടെ വക്കിലാണ് ഈ അഫ്സൽ വരുന്നത്. അഫ്സൽ വന്നപ്പോൾ ഞാനെന്ത് ചെയ്തു, നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം സഹതാപം തോന്നി. ഞങ്ങളോടൊപ്പം ചേർത്ത് നിർത്താൻ ശ്രമിച്ചു. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരെ കൊണ്ടുവന്നു. കാര്യം അത്രത്തോളം നമ്മൾ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് അത്രത്തോളം ചേർത്ത് നിർത്തുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലം കൈ വിടില്ല ഇവൻ. കാര്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പേടിത്തൊണ്ടെന്ന് പറഞ്ഞാൽ പേടിത്തൊണ്ടൻ. അവനാണ് എനിക്ക് കമൻറ്റ് ഇതിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്, ജീമോൻ്റെ കൂടിയിട്ട്. അപ്പോൾ അവൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ അഫ്സൽ പോലീസ് സ്റ്റേഷനിൽ, അപ്പം ഞാനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ മറ്റിടത്തോ ഒരു ഔദ്യോഗികമായിട്ട് വിളിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഈ ഓഫീസിൽ വന്നിരുന്ന് ഈ ചെയറിലിരുന്ന് മാത്രമേ ഞാൻ വിളിക്കത്തുള്ളൂ. ഞാൻ റോഡിൽ നിന്നോ അല്ലെങ്കിൽ വേറെ അടുത്ത് നിന്നോ ഞാൻ വിളിക്കാറില്ല. അപ്പം ഞാൻ പറയും, അഫ്സലെ ധൈര്യമായിട്ടിരുന്നോ, പ്രശ്നമില്ല, എന്തുണ്ടെങ്കിലും ഞാൻ പരിഹരിച്ചു തരാം എന്ന് പറയും. പക്ഷേ ഇവൻ ഇങ്ങനെ ഭ്രാന്തെടുത്ത് നടക്കുക. അതെന്ന് പറഞ്ഞാൽ അത്ര സൈക്കോയാണ് ആൾ, പേടിത്തൊണ്ടരുമാണ്. അങ്ങനെയാണ് ഞാൻ പിന്നെ ഓഫീസിൽ വന്നിരുന്നു. ഞാൻ ആ സ്റ്റേഷനിൽ പോലീസ് കോട്ടയത്ത് എവിടെയാണ്, കോട്ടയം ജില്ല പോലീസ് സ്റ്റേഷൻ, ഞാൻ ഓർക്കുന്നില്ല, 2 വർഷത്തിന് മുമ്പേ ഉള്ള കാര്യം. അപ്പോൾ ഇവനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അതും ശക്തമായിട്ട് ഞാൻ പറഞ്ഞു, പുള്ളിക്കാരന് പോലീസ് സ്റ്റേഷനിൽ പോകില്ല, അവന് പേടിയാണ്. അപ്പം ഞാൻ എന്നിട്ടും പറഞ്ഞു, നീ പൊയ്ക്കോ, ധൈര്യമായിട്ട് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് തയ്യാറല്ല. ശരി, ഓക്കെ, പോണ്ട, ബാക്കി ഞാൻ സോൾവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പോലീസുകാരോട് വരില്ല എന്ന് ശക്തമായിട്ട് പറയുകയും മറ്റു കാര്യങ്ങൾ ചെയ്തു. ആ കേസ് ക്ലോസ് ചെയ്ത് കൊടുത്തു. 1. 2, ഇവൻ്റെ വീട് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടി അന്ന് ഒത്തിരി പേര് എൻ്റെ കൂടെ ഇവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, കാര്യം നാനോ കാറിൽ ഒരാൾ നടക്കുന്നു ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടല്ലേ. കാര്യം ഒരിടത്തും കയറി കിടക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ. അപ്പോൾ ഇവൻ്റെ പേടിയും മറ്റു കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ വീട് ചവിട്ടി തുറന്ന് കയറ്റിത്തരാം, നീ അവിടെ പോയി ധൈര്യമായിട്ട് വീട്ടിൽ കയറിക്കോ, കയറ്റിത്തരാം എന്ന് പറഞ്ഞ് ഫുൾ സപ്പോർട്ട് ഞാൻ കൊടുത്തു. ഞാൻ ഓടിച്ച് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്ത ഒരുത്തനാണ്. അപ്പോൾ ഇവന് അതിൻ്റേതായിട്ടുള്ള നന്ദിയും എന്നോടുണ്ടായിരുന്നു, നല്ല സ്നേഹവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വയനാട് ഇലക്ഷന് വേണ്ടി പോകുന്നത്. ഈ വയനാട് ഇലക്ഷനിൽ പോയി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഈ ജീമോനൊക്കെ അവിടെ ഇടുന്നു, ഇത്ര നിനക്ക് വോട്ടറിൽ കിട്ടിയോ മറ്റേ ഏടോ പൊട്ട, അവിടെ ജയിക്കാനല്ല പോകുന്നത്. 15ഓളം സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ട്. അതിൽ പിന്നെ ഏറ്റവും കുറവ് വോട്ട് കിട്ടി എന്നുള്ളത് അതൊരു വിഷയമാണ്. കാര്യം അത് നമ്മൾ സെൻട്രലാവുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സ്ഥാനാർത്ഥികളിൽ നമ്മൾ സെൻട്രലാവുകയാണ്.
അപ്പോൾ പിന്നെ ഒന്നുകിൽ അവസാനം കിട്ടും, അല്ലെങ്കിൽ ആദ്യമൊക്കെ ഉള്ളവർക്കേ വോട്ടുകൾ കിട്ടത്തുള്ളൂ. അപ്പം എന്താ കുഴപ്പം? ഞാനവിടെ പോയത് നമ്മുടെ കമ്മിറ്റി, നമ്മുടെ സംഘടന നാഷണൽ ലെവലിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അത് ഞാൻ നേടിയെടുത്തു. എന്നെ കൊട്ടാരത്തിൽ നിന്ന് വരെ ഇവിടെ നിന്നൊക്കെ എന്നെ വിളിച്ചു, പല പല സ്റ്റേറ്റുകളിൽ നിന്ന്, എന്താ പറയുക, ഒരുപാടിടത്തുനിന്ന് കോൾ വന്നു. അപ്പോൾ അത്രത്തോളം അറിയപ്പെട്ടു, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ സംഘടനയെക്കുറിച്ചും? അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അഫ്സലിൻ്റെ കാര്യം പറയാം. അഫ്സൽ നേരെ ഇവിടെ വരികയാണ്, വയനാട് വരികയാണ്. വയനാട് വന്നു, എന്നോടൊപ്പം 2-3 ദിവസം താമസിച്ചപ്പോഴാണ് ഇവൻ സൈക്കോ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഇവൻ്റെ ഭാര്യയോ ഇവൻ്റെ ഭാര്യ വീട്ടുകാരെയോ കുറ്റം പറയുമ്പോൾ നമ്മൾ യഥാർത്ഥം പറഞ്ഞാൽ 2 ദിവസം ഓരോരുത്തരുടെയും കൂടെ നമ്മുടെ കൂടെ ഇവർ ജീവിക്കുമ്പോഴേ ഇവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റൂ. ഇത് ഹബീബ് സാർ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഹബീബ് സാർ എന്നോട് പറഞ്ഞത്, നമ്മൾ ഒരാളിനെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ദിവസം അവരോട് കൂടെ ഒപ്പം താമസിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ കറക്റ്റാണത്. അപ്പോൾ ഇവൻ വയനാട് വരികയും ഹബീബ് സാറിൻ്റെ ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ താമസിച്ചത്. അവിടെ താമസിക്കുമ്പോൾ ഇവൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവന് ഭക്ഷണത്തിനേക്കാളും ഒരു 25 സിഗരറ്റ് ഒരേ സമയം ഇരുന്ന് വലിക്കും. ഒരേ സമയം. ഒരു ദിവസം ഇപ്പോൾ എത്ര ആവണമെന്ന് ആലോചിച്ചോണം. ചുമ്മാ സിഗരറ്റ് ഇതിനൊക്കെ ഇവിടെ നിന്ന് കാശെന്ന് എനിക്കറിയില്ല. ഒരു ജോലിക്കും പോകുന്നില്ല, നാനോ കാറിൽ ഇങ്ങനെ ചുമ്മാ ഇപ്പോൾ 2 കൊല്ലമായി ഇവനിങ്ങനെ നാനോ കാറിൽ നടക്കുകയാണ്. ഇതിൻ്റെ ഉള്ള കാശ് എവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എത്ര ഉണ്ടെങ്കിലും അത് തീരാൻ എത്ര സമയം വേണം. അപ്പോൾ അതങ്ങനെയായി. അപ്പോൾ ഇവൻ അവിടെ വന്നിരുന്നു. ഇവൻ ഈ സിഗരറ്റ് വലി മാത്രമല്ല, അതിനിടയ്ക്ക് വേറെ എന്തൊക്കെ കഞ്ചാവോ മറ്റുള്ള എന്തൊക്കെ നമുക്ക് ഇതിനെ പറ്റി അറിയില്ല. ഞാൻ ഈ പുക വലിക്കുന്നിടത്ത് പോലും ഞാൻ നിൽക്കാത്ത ഒരാളാണ്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവൻ എന്ത് കാര്യം നമ്മൾ ചെയ്താലും, നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഇലക്ഷൻ സ്ഥാനാർത്ഥിയാണ്, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കുമ്പോൾ അവിടെ മൊത്തം നെഗറ്റീവ് അടിക്കുക. അത് നടക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചിഹ്നത്തിൻ്റെ കാര്യം പറഞ്ഞാൽ സാറേ ചിഹ്നം കിട്ടൂല. ഇങ്ങനെ പറഞ്ഞു ഞാനപ്പം ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, അപ്സരെ ഈ നെഗറ്റീവ് കമൻസ് എൻ്റെ അടുത്ത് പറയരുത്. കാര്യം ഇതിനേക്കാളും വലിയ കൊടികെട്ടിയ സാധനം നമ്മൾ വിജയിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതൊന്നും എൻ്റെ അടുത്ത് അങ്ങനെ നെഗറ്റീവ് പറയരുത്. ഇവൻ എന്ത് കാര്യത്തിന് നെഗറ്റീവ് പറയത്തുള്ളൂ. അങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് ഞാൻ മര്യാദയ്ക്ക് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. പിന്നീട് ഞാൻ ചെറിയ തെറി വിളിച്ചിട്ട് അപ്സരെ ഒരുമാതിരി മറ്റിടത്ത് ഹെൽത്തർ കാണിക്കരുത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇവൻ ഇത് തന്നെ ആവർത്തിക്കുന്നു. അങ്ങനെയാണ് ഒരു ദിവസം കളക്ടറേറ്റിൽ എന്തോ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവൻ നടക്കില്ല എന്ന് ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആദിവാസികളെ കൂട്ടി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എല്ലാം കൂടി എടുത്തപ്പോൾ ക്യാമറ ഓൺ ചെയ്തപ്പോഴാണ് ഇവൻ ഒന്നാം തരം നെഗറ്റീവ് അടിച്ചത്. ഞാൻ നല്ല പച്ച തെറിയും വിളിച്ച് അപ്പോഴും ഞാൻ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതായിരുന്നു ഈ അപ്സലിനെ. കാര്യം ഇമാതിരി നെഗറ്റീവ് അടിക്കുന്ന ഒരുത്തനെ എങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത്? എന്നിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ആയോ? എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് കാര്യങ്ങളും അവിടെ വിജയിപ്പിച്ചെടുത്തില്ലേ? എനിക്ക് എന്ന് പറഞ്ഞാൽ നോമിനേഷൻ തള്ളിക്കളയും എന്നുള്ളതാണ് ഇവൻ പറഞ്ഞത്. നോമിനേഷൻ തള്ളിക്കളയും, അതിനുമുമ്പേ ചിഹ്നം കിട്ടില്ല. ഇതൊക്കെ നമ്മളോട് വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ദേഷ്യം വരാത്ത? അങ്ങനെയാണ് ഞാനിവനെ അവിടെ നിന്ന് അടിച്ചിറക്കുന്നത്. ഇവനാണ് ഇപ്പോൾ വന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇത് മണിയം ഭാസ്കരനും ഈ ജോയി അണക്കിലൊക്കെ ഇപ്പോൾ ഇവന്മാർ മുൻപതുപോലെ കുറേ തള്ളിയതാണ്. പ്രത്യേകിച്ച് മണിയം ഭാസ്കരൻ ഇപ്പോൾ ഇവനോട് ജീമോനോട് കട്ട വേവ് പണ്ട് മുതലേ ഉണ്ട്. എന്നോട് ഇവനെ കൂട്ടത്തിൽ കൂട്ടിയപ്പോഴേ മണിയം ഭാസ്കർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഇവൻ ഫ്രോഡാണ്, ഇവനെ കൂട്ടരുത്. ഈ മണിയം ഭാസ്കറിൻ്റെ ഭാര്യയെ വച്ചുകൊണ്ടിരിക്കുന്ന ഇവനാണ്, എന്നുവെച്ചാൽ അവളുടെ കാശ് മൊത്തം ഊറ്റിക്കൊണ്ടിരിക്കുന്നത് ഇവനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നത്രയ്ക്ക് ഞാൻ വിശ്വസിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വേവാണ് മണിയം ഭാസ്കർ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മണിയം ഭാസ്കറിൻ്റെ കൊണ്ട് ഞാൻ വെറുതെ ചോദിച്ചു, ഇവൻ്റെ കുറേ വോയിസും മറ്റുള്ള എന്തൊക്കെ നിങ്ങൾ മുമ്പിട്ടല്ലോ, അതിന് തരാൻ പറഞ്ഞു. അത് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. ഇയാൾ എന്ത് പ്രതികരിക്കുന്നു എന്ന് അറിയാനായ കാര്യം ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഇവരൊക്കെ ആണെന്ന് എനിക്കറിയാം. ജീമോനെ ഇരയാക്കി ഇട്ട് കൊടുക്കുകയാണ്. ഇവന് എങ്ങനെയെങ്കിലും ഞാനൊരു പണി ജീമോന് കൊടുക്കുന്നതെങ്കിൽ കൊടുത്തോട്ടെ, മനസ്സിലായില്ലേ? ഇവർക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. നഖം നനയാതെ മീൻ പിടിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അതാണ് മണിയം ഭാസ്കരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറത്ത് മണിയം ഭാസ്കരൻ മറ്റുള്ള ടീമാണ് ഇവരെ കൊണ്ട് ഈ കമൻസ് ഇടിക്കുന്നത്. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഈ കമൻസ് കണ്ട് എനിക്ക് കാശ് വന്നുകൊണ്ടിരിക്കുക. എൻ്റെ പോക്കറ്റ് കാശ് വീഴുകയാണ്. നിൻ്റെ ഇപ്പോൾ ജീമോനെ എന്ന് പറഞ്ഞാൽ തെറി വിളിച്ചാണ് കമൻറ്റ് ഇടുക എന്ന് പറയുന്നത്. കമൻറ്റ് ഇടാതിരുന്നാൽ ഇടറ കമൻ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വാട്സപ്പൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ അതും കാണിച്ചു തരാം. ഇവൻ്റെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവൻ പറയുന്നത് അല്ല എന്നാണ് പറയുന്നത്. ജീമോൻ
അതുകൊണ്ടല്ലോ ഇവൻ്റെ ആവട്ടെ, അത് തല തിരിച്ചു വെച്ചാലേ കാണാൻ പറ്റുള്ളൂ. എനിക്ക് ഒരു കൈയുടെ പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ മൊത്തം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക അവൻ. ഇപ്പോൾ രാഹുൽ കറക്റ്റായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇവൻ ബ്ലോക്ക് ചെയ്ത് എന്നെ കോളം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പോൾ അവർ ജീമോൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്തുള്ളത് ഈ ജീമോനോ അപ്സരോ ഒന്നുമല്ല, മണിയം ഭാസ്കരനും ടീമുമാണ്. അതിൻ്റെ വേറൊരു തെളിവും കൂടിയുണ്ട്. നമ്മുടെ ഓഫീസിൽ 2 എൻട്രൻസ് ആണ് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഒന്ന്, ഈ പുറത്തുനിന്ന് എന്നെ കാണാൻ വരുന്നവർ മെയിൻ എൻട്രൻസ് വഴി വന്നവിടെ ഇരിക്കും. ഞാൻ ഈ താഴെ കൂടി കയറി വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ 2 എൻട്രൻസാണ്. അത് ഒരേ ലെവലിൽ. ഇവരിപ്പം മെയിൻ എൻട്രൻസിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പടി താഴോട്ട് ഇറങ്ങി വന്നാൽ ഈ വാതിലായി, മനസ്സിലായില്ലേ? മറ്റേത് ഗ്ലാസിൻ്റെ ഡോറാണ്. അപ്പോൾ ഇതിനെ വീടെന്ന് പറഞ്ഞിരിക്കുകയാണ് ജീമോൻ ഒരു പൊട്ടനാണ്, അവനൊന്നും അറിയില്ല. ഈ മണിയം ഭാസ്കരനും ടീമും പറഞ്ഞു കൊടുക്കുന്നത് വെച്ച് കേട്ടുകൊണ്ടിരിക്കുക. എനിക്ക് വീടില്ല, ഞാൻ ഇവിടെ ഓഫീസിലാണ്. ഇതിന് 2 എൻട്രൻസ് ആണ്. എന്നെ കാണാമെന്ന് വരുന്നവർ അപ്പുറത്തിരിക്കും, ഞാൻ ഇപ്പുറത്തൂടെ കഴിയും. നമ്മുടെ ഈ ഓഫീസിൽ ഇവിടെ ഇരുന്നിട്ട് ഡോർ തുറന്നു കൊടുത്ത് അവരഞ്ഞ് കയറ്റും, മനസ്സിലായില്ലേ? അവരുടെ ഫ്രണ്ടിൽ കൂടി വരുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, ഇപ്പോൾ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ജഡ്ജി വേറൊരു ഡോറിൽ കൂടിയാണല്ലോ വരുന്നത്. അതുപോലെ തന്നെയാണ്. അതൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ളവരുടെ ക്വാളിറ്റി അനുസരിച്ച് പോകും. അല്ലാതെ നിന്നെപ്പോലുള്ള ഊളത്തരം കാണിക്കുന്നവർക്ക് നേരെ ഏതിൻ്റെ ഇടയിൽ കൂടി വേണമെങ്കിലും പോവാം. നമ്മളെപ്പോലുള്ളവർ കുറച്ച് ഒന്ന് എല്ലാം കീപ്പ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്സര എന്ന് പറയുന്ന സൈക്കോണ്. അവൻ്റെ ഭാര്യയും ഒക്കെ എങ്ങനെ ഇവനെ സഹിച്ചു എന്നുള്ളത് നമ്മൾ വല്ലാത്തൊരു കേസാണ്. അതുപോലെ തന്നെ ഇനി അടുത്ത് ജീമോൻ്റെയൊക്കെ ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ജീമോൻ, ജോയി ഇറക്കൽ എല്ലാം എഡിറ്റിങ്ങിന് പോയിട്ടുണ്ട്, ഇവരുടെ കഥകൾ മൊത്തം. ഓക്കെ, അപ്പോൾ അത് വരുന്ന മുറയ്ക്ക് ഇടുന്നതായിരിക്കും.